ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് പഠിക്കേണ്ടതാണ് ഉരുൾപൊട്ടൽ. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്, നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ് ഉരുൾപൊട്ടൽ. കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചലനം ഉരുളൻ കല്ലുകളും മറ്റു വസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഉരുൾപൊട്ടൽ. പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കഠിനമായ മഴയുള്ള സമയത്ത് ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലത്തിന്റെ അമിതമർദ്ദം മൂലം, അല്ലെങ്കിൽ ജലം അമിതമായിട്ട് ഭൂമിയിൽ സംഭരിക്കപ്പെടുന്നു. ഇങ്ങനെ അമിതമായിട്ട് ജലം ഭൂമിയിൽ സംഭരിക്കപ്പെട്ടാലുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അങ്ങനെ സംഭരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മർദ്ദം എന്ത് ചെയ്യും, കൂടും. സംഭരിക്കപ്പെട്ട ഭൂഗർഭ ജലത്തിന്റെ മർദ്ദം വർദ്ധിക്കുകയും ഇത് ഭൂസ്ഥിരത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ആരുടെയാണ്? ജലത്തിന്റെ. അതോടുകൂടി എന്ത് ചെയ്യുന്നു, ഉയർന്ന പ്രദേശങ്ങളിലുള്ള മണ്ണയും പാറയും ചലനും ഉരുളൻ കല്ലുകളും മറ്റു വസ്തുക്കളും വൻതോതിൽ എന്ത് ചെയ്യും, ജലത്തിനോടൊപ്പം പൊട്ടി താഴേക്ക് വീഴുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഉരുൾപൊട്ടൽ എന്ന്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണങ്ങൾ പഠിക്കണം. ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണമാണ്. വൻതോതിലുള്ള മണ്ണിളക്കിയുള്ള കൃഷി രീതി, അതിന് സ്റ്റാർ ചെയ്തങ്ങ് പഠിച്ചോളേ. വൻതോതിലുള്ള മണ്ണിളക്കിയുള്ള കൃഷി രീതി എന്തിനു പ്രശ്നമാണ്? ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ കുന്നിടിക്കൽ ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. വനനശീകരണം എന്തിനാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്നു? പഠിച്ചോളേ. ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണങ്ങൾ ചോദിച്ചാൽ ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ, കുന്നിടിക്കൽ, വനനശീകരണം. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതാണ് കാർഷിക വിളകളും അവയുടെ ജന്മദേശവും. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാർഷിക വിളകളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സുഹൃത്തുക്കൾ പഠിക്കുക കാർഷിക വിളകളും അവയുടെ ജന്മദേശവും. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. പഠിച്ചോളണേ. ഇവയിലുള്ള എല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ച കാർഷിക വിളകളാണ് ജന്മദേശം. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ബ്രസീലാണ്. റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കാർഷിക വിളകളും അവയുടെ ജന്മദേശവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് PSC ചോദിക്കും, അതുകൊണ്ട് പഠിക്കുക. അടുത്തതാണ് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളെ പറ്റിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബഹിരാകാശ ഏജൻസിയും PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് LGS ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്ന സുഹൃത്തുക്കളെ. ആദ്യത്തേതാണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടേതാണ് നമ്മൾ ISRO എന്ന് പറയുന്നു, അല്ലെങ്കിൽ ISRO എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസിയാണ് ഇന്ത്യക്കുള്ളത്. USA നമുക്ക് എല്ലാവർക്കും അറിയാം, നാസയാണ്. USA നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന
നാസയാണ്. യൂറോപ്പിന്റേതാണ് ESA. ജപ്പാന്റേതാണ് ജാക്സ. പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ജപ്പാന്റേതാണ് ജാക്സ. റഷ്യയുടേതാണ് RSA. ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടേതാണ് ISRO, USA നാസ, യൂറോപ്പിന്റേതാണ് ഈസ അല്ലെങ്കിൽ ESA, ജപ്പാന്റേതാണ് ജാക്സ അല്ലെങ്കിൽ JAXA, റഷ്യയുടേതാണ് RSA, അതുപോലെ ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരും അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുമാണ്. PSC ഇപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചേരുംപടി ചേർക്കുക എന്നുള്ള മേഖലയിൽ ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് കേരള നവോത്ഥാന നായകന്മാരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. വലിച്ചുവാരി പുസ്തകങ്ങൾ നമ്മൾ പറയുന്നില്ല. കേരള PSC ഇതുവരെയും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ പുസ്തകങ്ങളെന്ന്. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ PSC ചോദിച്ചതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആത്മോപദേശ ശതകം, ഏറ്റവും കൂടുതൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. മറക്കരുത്, ആത്മോപദേശ ശതകം. എന്താണ് ആത്മോപദേശ ശതകം? ദർശനമാല, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ദൈവദശകം, ജാതി ലക്ഷണം, ഈ ഇത്രയും പുസ്തകങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കും. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ആത്മോപദേശ ശതകം ഇമ്പോർട്ടന്റ് ആണ്. ദർശനമാല, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ദൈവദശകം, അതുപോലെ ജാതി ലക്ഷണം പഠിക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ്. മോക്ഷപ്രദീപം, ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച പുസ്തകങ്ങളിലെ ചോദ്യം ഇതായിരുന്നു. മോക്ഷപ്രദീപം എഴുതിയത് ആരാണ്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദക്കുമ്മി, രണ്ടാമത്തെ പുസ്തകം ഏതാണ്? ആനന്ദക്കുമ്മി. ശിവയോഗ രഹസ്യം, ബ്രഹ്മ സങ്കീർത്തനം, ഇത്രയും പുസ്തകങ്ങളും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ PSC ചോദിച്ചത് മോക്ഷപ്രദീപം, ആനന്ദക്കുമ്മി, ശിവയോഗ രഹസ്യം, ബ്രഹ്മ സങ്കീർത്തനം എന്നാണ്. ഒന്നുകൂടി പറയാം, രണ്ടും കൂടി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ദൈവദശകം, അതുപോലെ ജാതി ലക്ഷണം. ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് മോക്ഷപ്രദീപ ഖണ്ഡനം, ആനന്ദക്കുമ്മി, ശിവയോഗ രഹസ്യം, ബ്രഹ്മ സങ്കീർത്തനം പഠിക്കുക. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനുമായി ബന്ധപ്പെട്ട് PSC ഒരുപാട് തവണ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ആത്മാനുതാപം, മരണപർവം, 40 മണിയുടെ ക്രമം, നളാഗമങ്ങൾ, ഇത്രയും പഠിച്ചോളൂ സുഹൃത്തുക്കളെ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആത്മാനുതാപം, മരണപർവം, 40 മണികളുടെ ക്രമം, നളാഗമങ്ങൾ. ഇതിൽ നളാഗമങ്ങളും ആത്മാനുതാപവും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം വേദാധികാര നിരൂപണമാണ്. ഇത് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വേദാധികാര നിരൂപണം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. അതുപോലെ പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, ഇത്രയും പുസ്തകങ്ങൾ നമ്മൾ പഠിക്കാതെ പോകരുത്. കാരണം PSC ഒത്തിരി തവണ പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണിത് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട്. അപ്പൊ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, ഇത്രയും പുസ്തകങ്ങള് വ്യക്തമായിട്ട് പഠിക്കുക. ഒന്നുകൂടി പറയാം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങൾ ആത്മാനുതാപം, മരണപർവം, 40 മണികളുടെ ക്രമം, നളാഗമങ്ങൾ പഠിക്കുക. ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, അദ്വൈത ചിന്താ പദ്ധതി,
ആദിഭാഷ പഠി. വാഗ്ഭടാനന്ദുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ്. അതിൽ രണ്ട് രീതിയിലുണ്ട്. അദ്ദേഹത്തിന്റെ മാസികകളും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചത് അദ്ദേഹത്തിന്റെ മാസികകളാണ്. അതുകൊണ്ടാണ് ഈ മാസികകൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. നമുക്ക് നോക്കാം ഏതൊക്കെ മാസികകളാണ് PSC പ്രീവിയസ് ആയി വാഗ്ഭടാനന്ദന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അഭിനവ കേരളം, ശിവയോഗ വിലാസം, ആത്മവിദ്യാ കാഹളം, യജമാനൻ. ഇതിൽ അഭിനവ കേരളവും യജമാനനും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ മാസികകളായിരുന്നു അഭിനവ കേരളം, ശിവയോഗ വിലാസം, ആത്മവിദ്യ കാഹളം, യജമാനൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്നുള്ള പുസ്തകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്നുള്ള പുസ്തകം എഴുതിയത് വാഗ്ഭടാനന്ദനാണ്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രണ്ടാമത് ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാഞ്ജലി, അതുപോലെ ആധ്യാത്മയുദ്ധം. ഏതൊക്കെയാണ് ആ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ? ഏതൊക്കെയാണ് വാഗ്ഭടാനന്ദന്റെ പുസ്തകങ്ങൾ? ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാഞ്ജലി, അതുപോലെ തന്നെ ആധ്യാത്മയുദ്ധം പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ മാസികകളും അതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുമാണ്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് തന്നെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യമായി നമുക്ക് വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള മാസികകൾ നോക്കാം. അഭിനവ കേരളം, ശിവയോഗ വിലാസം, ആത്മവിദ്യാ കാഹളം, യജമാനൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാഞ്ജലി, അതുപോലെ ആധ്യാത്മയുദ്ധം. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് അഹല്യയും റാണി സന്ദേശവും. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ. സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച സഹോദരൻ അയ്യപ്പന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? അഹല്യയും റാണി സന്ദേശവുമാണ്. AK ഗോപാലനുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് എന്റെ ജീവിതകഥ. അദ്ദേഹത്തിന്റെ ആത്മകഥ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്റെ ജീവിതകഥ എന്നുള്ളത്. അതുപോലെ കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. മണ്ണിനു വേണ്ടി, എന്റെ ഡയറി, ഹരിജനം. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതിൽ തന്നെ മണ്ണിനു വേണ്ടിയും എന്റെ ജീവിതകഥയും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. AK ഗോപാലനുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ചോദിച്ചാൽ എന്റെ ജീവിതകഥ, അത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, എന്റെ ഡയറി, ഹരിജനം. ഇത്രയും പുസ്തകങ്ങൾ സുഹൃത്തുക്കളെ പഠിക്കുക. പൊയ്കൈ യോഹനുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകമാണ് രത്നമണികൾ. പൊയ്കൈ യോഹനുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകമാണ് രത്നമണികൾ. എന്താണ് രത്നമണികൾ? ഇപ്പോൾ അങ്ങോട്ട് PSC ചോദിച്ചേ, അതുകൊണ്ട് പഠിച്ചോളുക. പൊയ്കൈ യോഹനുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച പുസ്തകമാണ് രത്നമണികൾ. പഠിക്കുക. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് കണ്ണീരും കിനാവും. ഏതൊക്കെയാണ്? കണ്ണീരും കിനാവും, പൊഴിഞ്ഞ പൂക്കൾ, ജീവിത സ്മരണ, എന്റെ മണ്ണ്, ദക്ഷിണായനം. ഇതിൽ കണ്ണീരും കിനാവും PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി പറയാം. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? കണ്ണീരും കിനാവും, പൊഴിഞ്ഞ പൂക്കൾ, ജീവിത സ്മരണകൾ, എന്റെ മണ്ണ്, ദക്ഷിണായനം. പഠിക്കുക. പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് ലങ്കാമർദ്ദനം. ആദ്യത്തേതാണ് ലങ്കാമർദ്ദനം. സ്തോത്രമന്ദാരം. എന്താണ്? സ്തോത്രമന്ദാരം. ജാതിക്കുമ്മി, ബാലകലേശം, ഉദ്യാന വിരുന്ന്. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ച പണ്ഡിറ്റ് KP കറുപ്പന്റെ പുസ്തകങ്ങളാണ്. ഇതിൽ ലങ്കാമർദ്ദനവും അതുപോലെ തന്നെ ജാതിക്കുമ്മിയും ഇമ്പോർട്ടന്റ് ആണ്. പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ട ഈ രണ്ട് പുസ്തകങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ജാതിക്കുമ്മി പഠിക്കാതെ പോവരുതേ സുഹൃത്തുക്കളെ. പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ജാതിക്കുമ്മി എന്നുള്ളത്. പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കണ്ണീരും കിനാവും, പൊഴിഞ്ഞ പൂക്കൾ, ജീവിത സ്മരണകൾ, എന്റെ മണ്ണ്, ദക്ഷിണായനം എന്നിവയാണ്. പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ
പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലങ്കാമർദ്ദനം, സ്തോത്രമന്ദാരം, ജാതിക്കുമ്മി, ഒന്നുകൂടി പറയുന്നു ജാതിക്കുമ്മി, ബാലകലേശം, ഉദ്യാന വിരുന്ന് എന്നിവയാണ് പഠിക്കുക. കുമാരനാശാനുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് വീണപൂവ്, നളിനി, പുഷ്പവാടി, ചണ്ടാള ഭിക്ഷുകി, ദുരാവസ്ഥ, പ്രരോധനം. ഇതിൽ ദുരാവസ്ഥയും പ്രരോധനവും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. കുമാരനാശാന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് പ്രരോധനം എന്നുള്ളത്. ഒന്നുകൂടി പറഞ്ഞുതരാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കേരള PSC കുമാരനാശാനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വീണപൂവ്, നളിനി, പുഷ്പവാടി, ചണ്ടാള ഭിക്ഷുകി, ദുരാവസ്ഥ, പ്രരോധനം എന്നിവയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് കാറൽ മാക്സ്. എന്താണ് കാറൽ മാക്സ്? കേരള ഭാഷോൽപത്തി, ഡൽഹി ദർബാർ, മോഹൻദാസ് ഗാന്ധി. ഇതിൽ കാറൽ മാക്സ് ഒരുപാട് തവണ പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്, പഠിച്ചോളുക. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കാറൽ മാക്സ്, കേരള ഭാഷോൽപത്തി, ഡൽഹി ദർബാർ, മോഹൻദാസ് ഗാന്ധി പഠിക്കുക. അപ്പൊ നമുക്ക് നോക്കാം ഐരുകളും സാന്ദ്രീകരണവും. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിൽ കാണപ്പെടുന്നു. പഠിച്ചോളനെ, ഭൂവൽക്കത്തിലെ ക്രിയാശീലം കൂടിയ ലോഹങ്ങള് അവയുടെ സംയുക്ത അവസ്ഥയിൽ കാണപ്പെടുന്നു. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ സ്വതന്ത്ര അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങളാണെങ്കിൽ അത് സ്വതന്ത്ര അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. ക്രിയാശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ മറ്റൊരു ലോഹവുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കെമിക്കലുമായിട്ടോ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് കേട്ടോ. ഈ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അത്തരം ലോഹങ്ങള് മറ്റേതെങ്കിലും ഒക്കെ എന്റെ സംയുക്തങ്ങളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങളാണ് സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നത്. സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലോഹങ്ങൾ ചോദിച്ചാൽ അത് സ്വർണവും പ്ലാറ്റിനവുമാണ്. പഠിച്ചോളനെ. അല്ലെങ്കിൽ ക്രിയാശീലം ഏറ്റവും കുറഞ്ഞ ലോഹങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഭൂവൽക്കത്തിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ എന്ന് ചോദിച്ചാൽ അത് സ്വർണവും പ്ലാറ്റിനവുമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താണ് ധാതുക്കൾ എന്ന്. നമുക്ക് നോക്കാം എന്താ ധാതുക്കൾ എന്ന്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ പൊതുവെ ധാതുക്കൾ എന്നറിയപ്പെടുന്നു. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ പൊതുവെ ധാതുക്കൾ എന്നറിയപ്പെടുന്നു. ഒരു ലോഹം അടങ്ങിയ അനേകം ധാതുക്കൾ കാണപ്പെടുന്നു. ഒരു ലോഹം തന്നെ അടങ്ങിയ അനേകം ധാതുക്കളും കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് ധാതുക്കൾ എന്ന് ചോദിച്ചാല് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ, ലോഹവും മറ്റേതെങ്കിലും ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് കുഴഞ്ഞു കിടക്കും കേട്ടോ, അതിനെ പറയുന്ന പേരാണ് ധാതുക്കൾ എന്ന്. ഒരു ലോഹത്തിന് ഒന്നിൽ കൂടുതൽ എന്താണ് ധാതുക്കൾ കാണും. അതായത് അനേകം ധാതുക്കൾ ഒരു ലോഹത്തിന് തന്നെ കാണുമെന്നാണ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇരുമ്പിന്റെ കേസ് തന്നെ പറയാം. നമുക്ക് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ, പൈററ്റിക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് ധാതുക്കൾ ഉണ്ടല്ലേ. ഇവരെല്ലാം ആരുടേതാണ്? ഇരുമ്പിൻ്റെതാണ്. പക്ഷെ അവരുടെ സ്വഭാവവും ഘടനയൊക്കെ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ലോഹത്തിന് ഒരുപാട് ധാതുക്കൾ കാണപ്പെടും. ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് വേണ്ട പ്രത്യേകതകളാണ് പഠിക്കേണ്ടത്. സുലഭമായിരിക്കണം അത്തരം ധാതുക്കള്. ആ ധാതുക്കള് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ സുലഭമായിരിക്കണം ഭൂമിയിൽ. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കുവാൻ കഴിയണം. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം ആ ധാതുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയണം. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ആ ധാതുവില്. ചുമ്മാ പറ്റില്ല, ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ആ ധാതുവില്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് വേണ്ട പ്രത്യേകത സുലഭമായിരിക്കണം അത്തരം ധാതുക്കള്. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയണം അതിൽ നിന്നും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ധാതുക്കളിൽ നിന്നും. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ധാതുക്കളിൽ. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് എന്താണ് അയിരെന്ന്. എന്താ സുഹൃത്തുക്കളെ അയിരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാതുവിൽ നിന്നും എളുപ്പത്തിൽ, വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് അയിരെന്ന് ചോദിച്ചാല് ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ധാതുവിനെ ഏത് ലോഹമാണോ നമ്മൾ വേർതിരിച്ചെടുത്തത് ആ ലോഹത്തിന്റെ അയിര് എന്ന് നമുക്ക് വിളിക്കാം. ലോഹവും പ്രധാനപ്പെട്ട അയിരുകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ 10ാം ക്ലാസ് SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്, പഠിക്കാതെ പോവരുത്. ഇതിൽ കിടക്കുന്ന ലോഹങ്ങളും അതിന്റെ അയിരുകളുമാണ് ഇത്രയും നാളായിട്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
ഈ ലോഹങ്ങളും അതിന്റെ അയിരുകളും മാത്രമല്ല നമ്മൾ ഇനി പഠിക്കാനുള്ളത്, അതിന്റെ രാസസൂത്രം കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഇങ്ങനെ ആയിരിക്കും ഇനി PSCയുടെ ചോദ്യം വരുന്നത്. രാസസൂത്രമായിരിക്കും എടുത്ത് ചോദിക്കുന്നത്. +2 ലെവൽ ഓൾറെഡി പണ്ട് മുതലേ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യത്തെ ലോകത്തിലേക്ക് കടക്കാം. അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അയിരാണ് അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം പഠിക്കുക. Al2O3 2H2O. ഈ 2H2O PSC കൊണ്ടിട്ട് കുരുക്കുന്നത് കേട്ടോ. Al2O3 2H2O ആണ് ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. പഠിക്കുക. അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെത് 2 പ്രധാനപ്പെട്ട അയിരുകളുണ്ട്. ഒന്ന് ഹെമറ്റൈറ്റും ഒന്ന് മാഗ്നറ്റൈറ്റും. ഒന്ന് ഹെമറ്റൈറ്റും മറ്റൊന്ന് മാഗ്നറ്റൈറ്റും. എന്താണ് ഇവരുടെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് Fe2O3 ആണ്. രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് ആണെങ്കിൽ അത് Fe2O3യും മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4ഉമാണ്. വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചോളണേ. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇതിൽ ഹെമറ്റൈറ്റ് Fe2O3 ആണ്. ഓക്സിജൻ 3 ആണ്. Fe2O3 ആണ് ഹെമറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4 ആണ്. Fe3O4 ആണ്. ഹെമറ്റൈറ്റ് ആണെങ്കിൽ 5 എന്ന് ആലോചിക്കുക. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ 7 എന്ന് നമ്മൾ ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ സുഹൃത്തുക്കളെ ഡൗട്ട് വരൂല. ഹെമറ്റൈറ്റിലെ താഴെയുള്ള ഇരുമ്പിന്റെ ഓക്സിജന്റെ എണ്ണം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 5 കിട്ടണം. മാഗ്നറ്റൈറ്റിലാണെങ്കിൽ എത്രയാണ്? ഇരുമ്പിന്റെയും ഓക്സിജന്റെ എണ്ണം കൂട്ടിയാൽ എത്ര കിട്ടണം? 7 കിട്ടണം. ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി കോഡ് രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയല്ല സുഹൃത്തുക്കൾ പഠിക്കുക. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകൾ ചോദിച്ചാൽ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3 ആണ്. മാഗ്നറ്റൈറ്റ് എന്ന് വെച്ചാൽ Fe3O4 ആണ്. പഠിക്കുക. കോപ്പർ അഥവാ നമ്മുടെ ചെമ്പിന്റെ അയിരുകളാണ് കോപ്പർ പൈററ്റിസ്. കോപ്പർ പൈററ്റിസ് ഓപ്ഷനകത്ത് പേരിൽ തന്നെ കോപ്പർ ഉള്ളതുകൊണ്ട് PSC ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ കുപ്രൈറ്റ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര് ഏതാ സുഹൃത്തുക്കളെ? കുപ്രൈറ്റ് ആണ്. മറ്റേ ചോദിക്കാത്തതിന്റെ കാര്യം എന്താണ്? ഓപ്ഷനിൽ തന്നെ പേര് തന്നെ കോപ്പർ പൈററ്റിസ് എന്ന് കിടക്കുന്നതുകൊണ്ടാണ് ചോദിക്കാത്തത്. ഇതിൽ കോപ്പർ പൈററ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CuFeS2 ആണ്. CuFeS2 ആണ്. അതായത് ഇരുമ്പുമായിട്ടൊക്കെ മിക്സ് ചെയ്താണ് കിടക്കുന്ന കേട്ടോ. കോപ്പറും ഇരുമ്പും സൾഫറും കൂടെ ചേർന്ന രൂപമാണ് കോപ്പർ പൈററ്റിസ് എന്ന് പറയുന്നത്. CuFeS2 ആണ്. എന്നാൽ കുപ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് Cu2O ആണ്. അഥവാ കുപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് Cu2O ആണ്. Cu2O ആണ്. അപ്പൊ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് PSC എപ്പോഴും എന്താണ് കുപ്രൈറ്റ് തന്നെ കോപ്പറിന്റെ പ്രധാനപ്പെട്ട അയിരായിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതും ഒരു കാരണമാണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര് എന്ന് ചോദിച്ചാൽ അത് കോപ്പർ പൈററ്റിസും അതുപോലെ കുപ്രൈറ്റുമാണ്. കോപ്പർ പൈററ്റിസ് ഒരു കാരണവശാലും PSC ചോദിക്കില്ല. ചോദിക്കുന്നെങ്കിൽ രാസസൂത്രം മാത്രമേ ചോദിക്കുള്ളൂ. കോപ്പർ പൈററ്റിസിന്റെ രാസസൂത്രം എന്താണ്? CuFeS2 ആണ്. അതായത് കോപ്പറും ഇരുമ്പും അതിനോടൊപ്പം തന്നെ സൾഫറും ചേർന്ന ഒരു രൂപാന്തരമായിട്ടാണ് കോപ്പർ പൈററ്റിസ് കാണപ്പെടുന്നത്. ഇനി കുപ്രൈറ്റ് ആണ് കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിര്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സിങ്ക്. ഏതാണ്? സിങ്ക്. സിങ്കിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് സിങ്ക് ബ്ലെൻഡും അതുപോലെ തന്നെ കലാമിനും. സിങ്ക് ബ്ലെൻഡും അതുപോലെ കലാമിനും. സിങ്ക് ബ്ലെൻഡിനകത്ത് തന്നെ സിങ്ക് ഉള്ളതുകൊണ്ട് PSC അധികം ചോദിച്ചിട്ടില്ല. പക്ഷേ കലാമിൻ പക്ക PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് രണ്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോ ലോഹം ഏതെന്ന് ചോദിച്ചാൽ സിങ്ക്. സിങ്കിന്റെ അയിര് ഏതാണ്? സിങ്ക് ബ്ലെൻഡും കലാമിനും. ഇനി സിങ്ക് ബ്ലെൻഡിന്റെ രാസസൂത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ZnS ആണ്. അല്ലെങ്കിൽ സിങ്കും സൾഫറും ചേർന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. സിങ്കും സൾഫറും കൂടെ ചേർന്നിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ആര് കാണപ്പെടുന്നത്? സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. ഇനി കലാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ZnCO3 അഥവാ സിങ്ക് കാർബണേറ്റ് ആണ് കേട്ടോ. ZnCO3 ആണ് ആരെന്ന് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ ഈ പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത്രയും ലോഹങ്ങളും അതുമായി ബന്ധപ്പെട്ട അയിരുകളും അതിന്റെ രാസസൂത്രവും പഠിച്ചതിന് ശേഷം മാത്രമേ വേറെ ഏതെങ്കിലും ഒരു ലോകവും അതിന്റെ അയിരും പഠിക്കാവൂ. ഇത്രയും PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. എക്സാം എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്നൊക്കെ നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാര ലീനവും ജലം ലായകവും പഞ്ചസാര വെള്ളം ലായനിയുമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. ഇനി PSC കുറച്ച് ലായനികൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ലായനികളിലെ ലീനവും ലായകവും നമ്മൾ വേർതിരിച്ച് പഠിക്കണം. ഉപ്പ് വെള്ളത്തിൽ ആരായിരിക്കും സുഹൃത്തുക്കളെ ലീനം? ഉപ്പ് തന്നെ ആയിരിക്കും അല്ലെ ലീനം. കാരണം ഉപ്പാണ് ജലത്തിൽ കലക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ലീനവും ലായകം ആരുമായിരിക്കും? ജലവുമായിരിക്കും.
സോഡാ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് അതീവ മർദ്ദത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ജലത്തിലേക്ക് നമ്മൾ കടത്തിവിടുന്നു. അതിനുശേഷം നമ്മൾ അടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് സോഡാ വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ആരിലാണ് ലയിച്ചത്? ജലത്തിലാണ് ലയിച്ചത്. അതുകൊണ്ട് തന്നെ ജലമായിരിക്കും അവിടെ ലായകം. ലീനം എന്നറിയപ്പെടുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ജലത്തിൽ അലിഞ്ഞു ചേർന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിരിക്കും ലീനം. ആരിലാ ലയിച്ചു ചേർന്നത്? ജലത്തിലാണ്. അതുകൊണ്ട് ലായകം ജലമായിരിക്കും. തുരിശ് ലായനിയില് തുരിശായിരിക്കും അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് എന്ന് പറയും കേട്ടോ. കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശായിരിക്കും അവിടെ ലീനം. അത് ആരിലാ ലയിച്ചത്? ജലത്തിലാ ലയിച്ചത്. അതുകൊണ്ട് ജലമായിരിക്കും ലായകം. മറക്കല്ലേ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടുള്ളത് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായും നമ്മുടെ PSC എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണും. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിച്ചിട്ട് പോവുക. പ്രത്യേകിച്ച് LDCയും LGSും ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇത് പഠിക്കുക. തിരഞ്ഞെടുപ്പിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. എന്താ സുഹൃത്തുക്കളെ? ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അതായത് ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് നമ്മൾ വ്യക്തമായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അടുത്തതാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്. രണ്ടാമത്തതാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്. 21 വയസ്സ് പൂർത്തിയാക്കിയ ആർക്ക് വേണമെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്നതാണ്. അതായത് സ്വതന്ത്രനായിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? അതാണ്. അപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമുള്ള ആർക്കോ അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടോ ആർക്ക് വേണമെങ്കിലും എന്താണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ കഴിയും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് മൂന്നാം ഘട്ടം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നാമനിർദ്ദേശ പത്രികയിൽ ഒരുപാട് നമ്മളെ പറ്റിയുള്ള വിവരങ്ങൾ കാണും. ഈ വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നാമനിർദ്ദേശ പത്രികയിലൂടെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന്റെ ഉദ്യോഗസ്ഥര് ആ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടത്തും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കല്, അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നാലാമതായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കല്. അപ്പൊ ഈ നാമനിർദ്ദേശ പത്രിക എപ്പോഴാണ് പിൻവലിക്കുന്നത് ചോദിച്ചാല് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ കഴിയുള്ളൂ. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു കഴിഞ്ഞു. അതോടുകൂടി പിന്നെ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനുശേഷമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പിന് ശേഷം എന്താ സംഭവിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ആറാമതായിട്ടാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഒന്നുമില്ല സുഹൃത്തുക്കളെ, സിമ്പിൾ ആണ്. ആദ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പങ്കെടുക്കാൻ പോകുന്നെന്ന് കരുതുക. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് അറിയേണ്ടത്? എന്നു മുതൽ എന്നു വരെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് അറിയുക. അപ്പോൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാനവും അത് പുറപ്പെടുവിക്കലുമാണ് ഒന്നാമത് നടക്കുന്നത്. രണ്ടാമത് നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന നാമനിർദ്ദേശ പത്രിക നമ്മൾ സമർപ്പിക്കണം. അതിനകത്ത് നമ്മളെ ഭൂരിഭാഗം ഡീറ്റെയിൽസും കാണും കേട്ടോ. അതെല്ലാം നമ്മൾ സമർപ്പിക്കുന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന. അതിനു വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ നാമനിർദ്ദേശ പത്രികയിൽ കൊടുത്തിരിക്കുന്നത് ശരിയാണോ എന്ന് സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അതിനുശേഷം നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാമനിർദ്ദേശ പത്രികയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ റിജക്ട് ചെയ്യും കേട്ടോ. ഉദ്യോഗസ്ഥർ അത് റിജക്ട് ചെയ്യും. അല്ലാത്തവർക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ഡേറ്റ് കഴിഞ്ഞതോടുകൂടി പിന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവുമാണ്. ഇത് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രോഗങ്ങളും അവ പകരുന്നത് രീതിയുമാണ്. ആദ്യം നമ്മൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. വായുവിലൂടെ പ്രധാനമായി പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം എന്നിവ. ഇതിലെ ജലദോഷം, ചിക്കൻ പോക്സും ക്ഷയവും PSCയുടെ സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം. ഇതിൽ PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ് ജലദോഷവും ചിക്കൻ പോക്സും ക്ഷയവും. അതുകൊണ്ട് ഈ മൂന്നെങ്കിലും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ആഹാരം, വെള്ളം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. വെള്ളം അല്ലെങ്കിൽ മലിനമായ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഇതിൽ എലിപ്പനിയും
കോളറയും മഞ്ഞപ്പിത്തവും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതിൽ തന്നെ ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള രോഗമാണ് എലിപ്പനി. അതുകൊണ്ട് വ്യക്തമായിട്ട് ആ പോയിന്റ് സുഹൃത്തുക്കൾ പഠിക്കുക. വെള്ളം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗം ചോദിച്ചു കഴിഞ്ഞാൽ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവയാണ്. ഇതിൽ ജലത്തിലൂടെ പകരുന്ന രോഗമെന്ന് ഏറ്റവും കൂടുതൽ PSC ഉത്തരമായി പറഞ്ഞിരിക്കുന്നത് എലിപ്പനിയാണ്. അതുകൊണ്ട് അത് പഠിക്കുക. ഈച്ച മുഖേന പകരുന്ന രോഗമാണ് കോളറയും വയറിളക്കവും ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് PSC ആൻസർ കൊടുത്തത് കോളറയ്ക്കാണ്. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പഠിച്ചോളുക. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ അത് കോളറയാണ്. അതുപോലെ തന്നെ വയറിളക്കവും. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് അല്ലെങ്കിൽ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. കൊതുക് മൂലം മറ്റൊരാളിലേക്ക് എത്തുന്ന രോഗങ്ങളെയൊക്കെ എന്ന് ചോദിച്ചാല് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇതിൽ ഡെങ്കിപ്പനി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, മന്ത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വ്യക്തമായിട്ട് പഠിക്കുക സുഹൃത്തുക്കൾ, ഇമ്പോർട്ടന്റ് ആണ്. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് PSC ഏറ്റവും കൂടുതൽ ഉത്തര സൂചികയിൽ ആൻസർ കൊടുത്തത് ഡെങ്കിപ്പനിക്കും മന്തിനുമാണ്. അതുപോലെ ചിക്കൻ ഗുനിയയും ഈ ഇടക്കാലങ്ങളിൽ PSCയുടെ ആൻസർ ഷീറ്റിൽ ഉത്തരമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗവും വ്യക്തമായിട്ട് പഠിക്കുക. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന ഉണ്ടാകുന്നതാണ് ചെങ്കണ്ണും കുഷ്ഠവും. സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന രോഗമാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ചോദിച്ചാൽ ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം എന്നിവയാണ്. ഇതിൽ ജലദോഷവും ചിക്കൻ പോക്സും ക്ഷയവും PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ്. അതുകൊണ്ട് പഠിക്കുക. വായുവിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ജലദോഷം അല്ലെങ്കിൽ ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ക്ഷയം, ഇതിൽ മൂന്നിലെങ്കിലും ഒരെണ്ണം PSC ഉത്തര സൂചികകൾ നൽകിയിട്ടുണ്ട്. പഠിക്കുക. വെള്ളം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവ. ഇതിൽ ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ PSC ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എലിപ്പനിയാണ്. പഠിക്കുക. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറയും വയറിളക്കവും. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ആൻസർ കൊടുത്തിരിക്കുന്നത് കോളറയ്ക്കാണ്. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറയും വയറിളക്കവും. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നുള്ളത്. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ഉത്തരസൂചിയായി കൊടുത്തിരിക്കുന്നത് മന്തും ഡെങ്കിപ്പനിയുമാണ്. ഇപ്പോൾ ചിക്കൻ ഗുനിയയും ഉത്തരസൂചികയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൊതുക് മുഖേനയുള്ള രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെങ്കണ്ണും കുഷ്ഠവുമാണ്. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.